നമ്മളൊന്ന് ബാംഗ്ലൂർ പോയിട്ട് വരുന്നു കേട്ടോ. നമ്മളെ ഈ ചെങ്ങായിക്ക് ഒരു ട്രാവൽസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ട്രാവൽസിന് ആര് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാലും അവിടെ ബാംഗ്ലൂർ, ഗോവ ഒരാൾ വിളിച്ചേക്കുന്നുണ്ട്. അപ്പോൾ ഗായ്സ് 2 മണിക്ക് വിളിച്ച് പറഞ്ഞു 3 മണിക്ക് ബാംഗ്ലൂരേക്ക് പോകണം, ഒരാളെ കൊണ്ടുവിടാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വിളിച്ചത് എന്നെ കൊണ്ടുപോയതാണ്. അങ്ങനെ പാപ്പൻശ്ശേരിയിൽ നിന്ന് ഒരു വൈകിട്ട് 4 മണിക്ക് ഒരു ചായയും കുടിച്ച് നമ്മൾ ട്രിപ്പ് ആരംഭിച്ചു കേട്ടോ. അങ്ങനെ ഗായ്സ് ഡ്രൈവിംഗ് ആയതുകൊണ്ട് തന്നെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലേ. നമ്മൾക്ക് ഒത്തിരി ഹോട്ടലിൽ ഇങ്ങനെ നോക്കി നമ്മൾ ഏകദേശം രാത്രി 10:30 ആയപ്പോഴാണ് ഇവിടെ എംപയറിലേ നമ്മൾ എത്തിയത്. ഇവിടുന്ന് ഒരു 100 കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് എത്തും. എന്തായാലും മാഷാഅല്ലാഹ് കയറി ചെന്നപ്പോൾ തന്നെ അടിപൊളി റെസ്റ്റോറൻറ്റ് കിട്ടി. എന്തായാലും നല്ല വിശപ്പുണ്ട്. എനിക്കിതാ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഇവരെ കിച്ചണിലെ കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തിരുന്ന് കാണാം കേട്ടോ. അങ്ങനെ ഇതാ മട്ടൺ സൂപ്പ് എത്തിയിട്ടുണ്ട്, ഗ്രീൻ സലാഡ് എത്തിയിട്ടുണ്ട്. അതിന് കൂടെ നമ്മൾ മട്ടൺ ഗ്രിൽഡ് പറഞ്ഞിട്ടുണ്ട്. 750 രൂപക്കാണ് ഈ ചെറിയൊരു പോർഷൻ. നമുക്ക് 4 പേർക്ക് ഓരോ സ്പൂണിൽ ഇട്ടിരുന്ന ഒരു ഇച്ചിരി പോർഷൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഫുഡൊക്കെ അടിപൊളിയാണ്, പക്ഷേ ക്വാണ്ടിറ്റി വളരെ കുറവാണ് കേട്ടോ. ഇതൊന്നും എവിടെ എത്തൂല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ വീണ്ടും പെപ്പർ ചിക്കനും അതുപോലെ തന്തൂർ റൊട്ടി അതിൻ്റെ കൂടെ കഴിക്കാൻ, പിന്നെ മട്ടൺ റോസ്റ്റും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അല്ല ഈ സാധനമില്ലേ സഫാദിന് ഫസ്റ്റ് കിട്ടി. സഫാദ് എടുത്താക്കിന്ന് അറിയാം, നാരങ്ങ പിഴിഞ്ഞിട്ട് എടുത്ത് കുടിച്ച് എടുത്ത് കഴിയുന്ന പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അത്രക്ക് വലിയ പൊട്ടണല്ലാന്ന് എനിക്കറിയില്ല. ഇവനാണ് ഞാൻ ഇന്നലെ കാണുന്ന പറയണ. എന്നിട്ട് റൈഡറോട് വയ്ക്കുന്ന കുറച്ച് ഉപ്പും കൂടി കിട്ടും, കുറച്ച് ചായപ്പൊടി. അങ്ങനെ അൽഹംദുലില്ലാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞേ. ഇവരാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്. ഈ പേയ്മെൻ്റൊക്കെ ചെയ്തത് ഇവർ തന്നെ കേട്ടോ. 2597 ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പുറത്തുണ്ടായിരുന്ന ഒരു സ്വീറ്റ്സിൻ്റെ ഷോപ്പിൽ കയറി ഇച്ചിരി സ്വീറ്റ്സും വാങ്ങി. ചോളോ ചിപ്സ് വാങ്ങിയാലോ? MRP 249. റേറ്റ് കൂടിയെന്ന് തോന്നുന്നു. വേണോ? ഇതൊക്കെ എടുത്തു. ഇതൊക്കെ പഞ്ചാര അടിച്ചാ പോരാ, കുറച്ച് എരിവും കയറട്ടെ. രാത്രി ഒരു 1:30 മണി ആയപ്പോൾ തന്നെ നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ട് എത്തിയിട്ടുണ്ടായിരുന്നേ. എയർപോർട്ടിന് എൻട്രി ആയപ്പോൾ തന്നെ നമ്മളെല്ലാവരും ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. വല്ല എന്താ പറയുക, വല്ല കൊട്ടാരത്തിലേക്ക് മാറ്റുമ്പോൾ ഒരു ഫീലായിരുന്നു ഉണ്ടായത്. അടിപൊളി എയർപോർട്ടായിരുന്നു കേട്ടോ ബാംഗ്ലൂർ എയർപോർട്ട്. ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അങ്ങനെ അവരോടും ബായ് പറഞ്ഞ് നമ്മൾ നേരെ കലാസിപ്പാളയത്തിൽ പോയി അവിടെ റൂം എടുത്തു, കിടന്നുറങ്ങി കേട്ടോ. പണ്ടൊക്കെ പർച്ചേസിന് വരുമ്പം കഴിക്കാറുള്ള ഹോട്ടലിൽ കയറി നല്ല പൂരിയും ബാജിയും അതുപോലെ അബ്ദു നല്ല മസാല ദോശയൊക്കെ കഴിച്ചു. അപ്പോൾ സഫാദിൻ്റെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ലൈറ്റ്സ് എടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ അതിനുശേഷം നടന്നത്. അപ്പം ലൈറ്റ്സിൻ്റെ ഷോപ്പിലെത്തി. അവിടെ വീഡിയോ അലൗഡ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. പക്ഷെ മാർക്കറ്റിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ദീപാവലിൻ്റെ ഒക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ നമ്മളൊരു 4-5 ഷോപ്പിൽ കയറിയേ. 4-5 നമുക്ക് ലൈറ്റൊന്നും സെറ്റ് ആയിട്ടില്ല. പിന്നെ അവിടുന്ന് നേരെ ഐക്യയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ചിറ്റ്പേട്ട് മെട്രോ സ്റ്റേഷനിൽ നമ്മൾ ക്യാഷ് കൊടുത്തു, ഒരാൾക്ക് 60 റുപ്പീസ്. പിന്നെ നമുക്ക് ടോക്കൺ കിട്ടി. അങ്ങനെ നേരെ ചിറ്റ്പേട്ടിൽ നിന്ന് നാഗസാന്ദ്ര റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത്, മെട്രോ സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത്. അവിടുന്ന് ഡയറക്റ്റ് എൻട്രി കേട്ടോ ഐക്യയിലേക്ക്. ഇത് ഇവിടെ ഇട്ടോളുക. അപ്പോൾ സഫാദിൻ്റെ വീട്ടിൻ്റെ ഏകദേശം ഇന്ത്യയിൽ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഹൗസ് വാമിങ് ഉണ്ടാവുമേ. അപ്പോൾ ഞാനാ പറഞ്ഞത് നമുക്ക് ഐക്യയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഐഡിയാസ് കിട്ടും ഇന്ത്യയിലെ കാര്യങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ക്രോക്കറി സെക്ഷനിലൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ എടുക്കാമെന്നുള്ള രീതിയിൽ അങ്ങനെ പോയതാണ്. $169 സെറ്റല്ലേ സാധനം? അടിപൊളി സാധനം കേട്ടോ ഇത്. 126 ഫ്ലവർ ഇത് പോരാ പോരല്ലേ?
മാഷാല്ലാ, ഇതൊക്കെ നിങ്ങൾ ഇതിൻ്റെയൊക്കെ ഭംഗി എന്താണെന്നറിയോ. അപ്പോൾ നിങ്ങൾ പുതുതായിട്ട് വീടൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവരാണോ, അല്ല നിങ്ങൾ പുതുതായിട്ട് വീട് എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പറ്റുമെങ്കിൽ ഒരിക്കലെങ്കിലും വന്നിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ ഇവിടെയൊക്കെ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ആയിട്ടൊരു ഐഡിയ കിട്ടും ഇവിടുന്ന് 100%. ഇപ്പോൾ ഒരു ലോകം തന്നെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ, അടിപൊളിയാണ്. നമ്മൾ അത്യാവശ്യം ഒരു 2-3 മണിക്കൂർ ഉണ്ടായിന്. പക്ഷേ അതൊന്നും പോരാ കേട്ടോ. മാക്സിമം നല്ലൊരു ടൈം എടുത്തിട്ട് ഫ്രീ ആക്സ് ആയിട്ട് തന്നെ നിങ്ങൾ ഇവിടെ വരണം, അതിന് എക്സ്പീരിയൻസ് ചെയ്യണം. അങ്ങനെ ഗായ്സ്, നീണ്ട 2-3 മണിക്കൂറിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയേ. അതിന് നേരെ മെട്രോ എടുത്തു, ചിട്ട്പേട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നേ. ഓക്കെ, അപ്പോൾ ഇനി വൈകിട്ട് നമ്മൾ ഇവിടുന്ന് വിടും. അങ്ങനെ രാത്രി ആയപ്പം സെയിം റെസ്റ്റോറൻറ്റ്, ഇന്നലെ ഫുഡ് കഴിച്ച സെയിം എംപയർ തന്നെ നല്ല ഫുൾ തിരിയുന്ന കോഴിയും കഴിച്ചു, അടിപൊളിയായി. ഇനിയിപ്പോൾ നാട്ടിലേക്ക് കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.